Hi guys, welcome to VLane Study Platform. First News GS Paper 3 Environment and Ecology related article ആണ് The Right Time for India to Have Its Own Climate Law. സോ COP26 സബ്മിറ്റിന് ശേഷം ഇന്ത്യ ആ ഒരു ഈവൻറ്റിൽ വെച്ചിട്ട് ഒരുപാട് പ്രപ്പോസൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പഞ്ചാമത് സൊല്യൂഷൻ, അതായത് ഇന്ത്യയുടെ 5 ഗോൾസിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു ഗോൾസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, നമ്മളിപ്പോൾ ഫോസിൽ ഫ്യൂവലിൻ്റെ ആ ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജിയുടെ ഷെയർ കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഓരോ ഗോൾസിനെയാണ് പഞ്ചാമത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഈ ഒരു ഈവൻറ്റിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഈ ഒരു സബ്മിറ്റിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്ലൈമറ്റ് ഫണ്ട് ലഭിക്കണമെന്ന്. അതായത് ഡെവലപ്ഡ് നേഷൻസ് ഓൾറെഡി തന്നെ കുറേ ഒബ്ലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിനെ ഫണ്ട് വഴി സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ക്ലൈമറ്റ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് മിനിസ്ട്രി ഈ ഒരു COP26 കൂടുതലായിട്ടും അസേർട്ട് ചെയ്ത് പറഞ്ഞത്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു COP26 സബ്മിറ്റിൽ ഇന്ത്യ ഒരുപാട് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ടൈമിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ ഈ ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രൊപ്പോസൽസ് അച്ചീവ് ചെയ്യാമെന്നാണ്. സോ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടുന്നത് ക്ലൈമറ്റ് ലോ ആണ്. സോ എന്തുകൊണ്ട് നമുക്ക് ക്ലൈമറ്റ് നിയമങ്ങൾ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, വാട്ടർ ആക്ട് 1974, ഇങ്ങനെ ഒരുപാട് ആക്ടുകളുണ്ട് അല്ലേ. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എയർ, വാട്ടർ, പൊല്യൂഷൻ അത് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണോ? അല്ല. ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ലോകളൊന്നും തന്നെ അഡിക്വേറ്റ് അല്ല എന്ന് നമുക്ക് പറയാം. കൂടാതെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വയലേഷൻസ് കാണിച്ചു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാട്ടിൽ പോയിട്ട് ഒരു മരം മുറിച്ചെടുത്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും മിക്കപ്പോഴും ആ ഒരു പേഴ്സണെ അറസ്റ്റ് ചെയ്യുന്നതും പണിഷ് ചെയ്യുന്നതും മറ്റ് നിയമങ്ങൾ പ്രകാരമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമായിരിക്കും ആ ഒരു പേഴ്സണെ അറസ്റ്റ് ചെയ്തതും പണിഷ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഓൾറെഡി തന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടല്ലേ, അതിൽ തന്നെ കുറേ പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വയലേഷൻസ് നടക്കുവാണെങ്കിൽ എന്തൊക്കെ പണിഷ്മെൻറ്റ് കൊടുക്കാം. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് നിയമങ്ങളുടെ ഒരു സബോർഡിനേറ്റ് ആയിട്ടാണ് ഈ ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ നിലവിലുള്ള നിയമങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുമില്ല. നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ആവശ്യം. അതായത് നമ്മുടെ ആ ഒരു ക്ലൈമറ്റ് നിയമങ്ങളിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണം. സോ നമ്മളിപ്പോൾ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ടെക്നോളജിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ നേച്ചറിനെയും കൂടി കൺസിഡർ ചെയ്യണം. സോ നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള എന്നാൽ ടെക്നോളജിയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആക്ഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെ എക്കോസിസ്റ്റം റെസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് നാച്ചുറൽ ഹസാർഡ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോഴേക്കും ഫോറസ്റ്റ് ഫയർ ഉണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ കാർബൺ സിങ്കുകൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതായത് എഫോറസ്റ്റേഷൻ കൊണ്ടുവരിക. സോ കാർബൺ സിങ്ക് കൂട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും ഇല്ലേ. സോ നമ്മുടെ ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളത് നേച്ചർ ബേസ്ഡും കൂടി ആയിരിക്കണം. ഇതാണ് നമുക്ക് ഫസ്റ്റ് ആവശ്യമെന്ന് പറയുന്നത്. സെക്കൻഡ്, ഇന്ത്യയുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ യുണീക്ക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതായത് നമ്മളിപ്പം നേച്ചറിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോളാർ പാനൽ, വിൻഡ് ഫാമൊക്കെ കൊണ്ടുവരികയാണ് ഇല്ലേ. സോ ലാൻഡ് ഡീഗ്രഡേഷൻ ഒബ്വിയസ്ലി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാസ് ലാൻഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കലി എഫക്റ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഡെസേർട്ടിലുള്ള ബേർഡ്സിനാണെങ്കിലും, ഡെസേർട്ടിലെ ബേർഡ്സ് എന്ന് പറയുമ്പോഴേക്കും ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്സ് ഉണ്ട് അല്ലേ, ഇതിൻ്റെ പോപ്പുലേഷൻ വളരെയധികം കുറഞ്ഞു വരികയാണ്. സോ നമ്മൾ അതിൻ്റെ കൺസർവേഷൻ പോളിസിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ടൈമിൽ ഇത്തരത്തിലുള്ള ഡീഗ്രഡേഷൻ കൊണ്ടുവരുമ്പം, അതായത് നമ്മൾ റിന്യൂവബിൾ എനർജിയിലേക്ക് പോവുകയാണ്, സോളാർ പ്ലാന്റ്സ്, വിൻഡ് ഫാംസ് ഒക്കെ കൊണ്ടുവരുമ്പോഴേക്കും മറ്റ് നാച്ചുറൽ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷനോട് വേണം ഓരോ ക്ലൈമറ്റ് ആക്ഷൻസും കൊണ്ടുവരാൻ. ക്ലൈമറ്റ് നിയമങ്ങളെ പറ്റി പറയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ക്ലൈമറ്റ്
ചേഞ്ചിന് വേണ്ടി ഇൻഡിവിജ്വൽ ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ സെറ്റപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ട ആ ഒരു പ്ലാനിങ്ങും എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനും അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ എന്താണ് ഒരു കമ്മീഷനെ സെറ്റപ്പ് ചെയ്യണം. ഈ ഒരു കമ്മീഷന് ഒരു സിവിൽ കോർട്ടിനുള്ള അതേ പവർ തന്നെ ഉണ്ടായിരിക്കണം. അതായത് ഡയറക്ഷൻസ് കൊടുക്കാനും ഒപ്പം തന്നെ ഓരോ റൂളിങ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ആ ഒരു പവർ ഉണ്ടായിരിക്കണം. സോ നമുക്കൊരു കോസി ജുഡീഷ്യൽ ആയിട്ടുള്ളൊരു കമ്മീഷനും സെറ്റപ്പ് ചെയ്യണം. ഈ ഒരു കമ്മീഷനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ടെക്നിക്കൽ കമ്മിറ്റികളും രൂപീകരിക്കണം. അപ്പോൾ തന്നെ എന്താണ് വളരെ ലോങ് ടേമിലുള്ള സൊല്യൂഷൻ കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു ക്ലൈമറ്റ് ആക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ആർട്ടിക്കിൾ GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ് സ്റ്റബിൾ ബേണിംഗ് സിഗ്നിഫിക്കൻ്റ്ലി എഫക്റ്റ് ലങ് ഹെൽത്ത് സ്റ്റഡി. സോ പഞ്ചാബിലെ 6 വില്ലേജസിലാണ് ഈ ഒരു പഠനം നടത്തിയിട്ടുള്ളത്. 2 സ്റ്റേജസ് ആയിട്ട് ഏകദേശം 3600 പാർട്ടിസിപ്പൻസ് ആയിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഏജ് ഗ്രൂപ്പ് ഏകദേശം 10 തൊട്ട് 60 വയസ്സിനിടയിലുള്ളവരായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലേറ്റ് മാറ്ററും ഒപ്പം തന്നെ ഈ ഒരു റെസ്പിറേറ്ററി ഹെൽത്തിലും ഒരു കണക്ഷൻ ഉണ്ടെന്നാണ്. സോ ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് പീരീഡ് ഉണ്ടാവുമല്ലോ, അതായത് ഈ ഒരു കൃഷി സമയത്താണല്ലോ ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് വരുന്നത്, ആ ഒരു ഹാർവെസ്റ്റിംഗ് ടൈമിൽ. സോ ആ ഒരു പീരീഡ് ആകുമ്പോഴേക്കും ഈ ഒരു റീജിയനിൽ പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സോ ക്യൂബിക് മീറ്ററിൽ 100 ഗ്രാമാണ് ഉള്ളതെങ്കിൽ ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് പീരീഡ് ആകുമ്പോഴേക്കും ഇത് 250 ഗ്രാമിലേക്ക് ഉയരും. സോ നമുക്ക് ഡബിൾ ആയെന്ന് പറയാമില്ലേ. സോ ഈ ഒരു പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഈ ഒരു കാർബൺ പാർട്ടിക്കിൾ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു അൺബേൺഡ് ആയിട്ടുള്ള റിമൈനിങ്സ് ആണ് ഈ ഒരു പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. സോ മെയിനായിട്ട് ഇത്തരത്തിലുള്ള പൊല്യൂഷൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റബിൾ ബേണിംഗ് തന്നെയാണ്. സോ ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് ഉള്ള ആ ഒരു റീജിയനിലുള്ള ആൾക്കാരുടെ ആ ഒരു ലങ് ഫങ്ഷനിങ് നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. എസ്പെഷ്യലി വിമൻ, റൂറൽ ഏരിയയിലുള്ള വിമനെയാണ് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു പഠനം പറയുന്നത്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു 100 ഗ്രാമിൽ നിന്ന് 250 ഗ്രാമിലേക്ക് ഉയരുന്നു എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കുറേ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡിലുള്ള ആ ഒരു ഇൻഡിക്കേഷൻസിനേക്കാളും 10-15 ടൈംസ് ഹയർ ആയിട്ടാണ് ഇപ്പോഴുള്ള ലെവൽസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ കൂടുതൽ നേരം ഇങ്ങനെ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് വീസിങ് ഉണ്ടാവും. വീസിങ് എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പം ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് നോർമലായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കത്തില്ലേ, അതിനാണ് വീസിങ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ എന്താണ് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒപ്പം തന്നെ നൈറ്റും മോർണിംഗ് ടൈമിലും ഒക്കെ തന്നെ നമുക്ക് എപ്പോഴും ചുമയുണ്ടായിരിക്കും, സ്കിൻ റാഷസ് ഉണ്ടായിരിക്കും, റണ്ണിങ് നോസ് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ ഐസിന് ചുറ്റും എന്താണ് ആ ഒരു ചൊറിച്ചിൽ പോലുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിലാണ് ഓരോ ഏജ് ഗ്രൂപ്പിനെയും ബാധിക്കുന്നത്. സോ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴേക്കും ഒരു 40-60 ഇൻ ബിറ്റ്വീനുള്ള ഏജ് ഗ്രൂപ്പിനാണ്. കൂടാതെ തന്നെ എന്താണ് ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഡൽഹിയിലെ പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ദീപാവലിക്ക് മുമ്പ് ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 382 ആയിരുന്നു. പക്ഷേ ഇപ്പം ദീപാവലിക്ക് ശേഷം ഈ ഒരു ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 451. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പറ്റിയാണ്. ഇത് 2014 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നമ്പർ 1 കളർ 1 ഡിസ്ക്രിപ്ഷൻ എന്നാണ്. സോ ഈ ഒരു ഇൻഡെക്സിൽ 8 പൊല്യൂട്ടൻസിനെയാണ് മെഷർ ചെയ്യുന്നത്. പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, പർട്ടിക്കുലേറ്റ് മാറ്റർ 10, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, അമോണിയ, ലെഡ്. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഈ ഒരു ഇൻഡെക്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലയെന്ന് ഓർക്കുക, കാർബൺ മോണോക്സൈഡാണ് ഉള്ളത്. സോ ഈ ഒരു ഇൻഡെക്സിൽ 6 കാറ്റഗറീസാണ് ഉള്ളത്. സോ ഗുഡ്, സാറ്റിസ്ഫാക്ടറി, മോഡറേറ്റ്ലി പൊല്യൂട്ടഡ്, പുവർ, വെരി പുവർ, സിവിയർ. സോ ഡൽഹിയിലെ ആ ഒരു ഇൻഡെക്സ് വന്നേക്കുന്നത് 451 ആയതുകൊണ്ട് തന്നെ സിവിയർ കാറ്റഗറിയിലാണ് ഇവിടുത്തെ എയർ ക്വാളിറ്റി ഉള്ളത്. ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ഇറാൻ മേ ഹാവ് 210 kg ഓഫ് 20% എൻറിച്ച് യുറേനിയം. സോ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് 2015 ഇറാൻ ന്യൂക്ലിയർ ഡീലാണ്. ഈ ഒരു ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ ഇറാനുണ്ട്, ഒപ്പം തന്നെ P5 നേഷൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്. സോ എന്താണ് 3.67% കൂടുതൽ എൻറിച്ച് യുറേനിയം
സ്റ്റോക്ക് പൈൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ പ്രിവ്യൂവിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയിട്ട് റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് എല്ലാം ചെക്ക് ചെയ്യുക. സോ നമുക്കറിയാം ഈ ഒരു എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറയുമ്പോഴേക്കും യുറേനിയം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോ നമ്മളിപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ വരുമ്പോഴേക്കും അതിൻ്റെ 90% ഈ ഒരു യുറേനിയമാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. സോ ഇറാനിലെ അറ്റോമിക് ഏജൻസി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 210 കിലോഗ്രാമിലുള്ള എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഏകദേശം 20% വരും. ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ 3.67% ആയിരുന്നു. സോ ഇവിടെ 20% വന്നിട്ടുണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ അപ്കമിങ് ആയിട്ടുള്ള ന്യൂക്ലിയർ ടോക്സിനെ പറ്റിയാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു ഡീലിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇറാൻ ന്യൂക്ലിയർ ഡീൽ ഫിക്സ് ആവുകയാണെങ്കിൽ എത്രത്തോളം ഇന്ത്യ അത് സഹായിക്കും. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ കണക്ടിവിറ്റി തന്നെയാണ്. കാരണം ഇപ്പം ഇറാൻ എന്ന് പറയുന്നത് ഓൾറെഡി തന്നെ അമേരിക്കയുടെ ആ ഒരു കാറ്റ്സ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു രാജ്യമാണ്. സോ ഇറാനുമായിട്ട് എന്തെങ്കിലും ഡീലിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ ഒരു രാജ്യങ്ങൾക്ക് മേൽ US എന്ത് ചെയ്യും, സെക്കൻഡറി സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു USൻ്റെ സെക്കൻഡറി സാങ്ഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടി ഇറാനുമായിട്ടുള്ള ഓയിൽ ഇമ്പോർട്ട് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറാൻ ന്യൂക്ലിയർ ഡീല് വരികയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള സാങ്ഷൻസ് എല്ലാം തന്നെ ഇറാൻ മേൽ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എസ്പെഷ്യലി നമുക്ക് പറയാം ചബഹാർ പോർട്ട് ഉണ്ട് അല്ലേ, ഇതെന്ന് പറയുന്നത് നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പോർട്ടാണ്. അങ്ങനെ റീജിയണൽ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം ഇപ്പം പാകിസ്ഥാനിൽ ചൈന എന്ത് ചെയ്യുന്നുണ്ട്, ഗ്വാഡ പോർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷന് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചബഹാർ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൺസ്ട്രക്ഷനും റീജിയണൽ കണക്ടിവിറ്റിയും പ്രോപ്പറായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ഒപ്പം തന്നെ US-നും ഇറാനും ഇടയിലുള്ള ആ ഒരു ടൈ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റെസ്റ്റോർ ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ചീപ്പായിട്ടുള്ള ഇറാനിയൻ ഓയിൽ പ്രൊക്യൂർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ എനർജി സെക്യൂരിറ്റിയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇതാണ് ഇന്ത്യക്കുള്ള ഈ ഒരു ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഫൈസർ സേസ് COVID-19 പിൽ കട്ട്സ് ഡെത്ത് റിസ്ക് ബൈ 19%. സോ ഫൈസർ ഇൻ കമ്പനി ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. COVID-19 പിൽസുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഈ ഒരു പില്ലിൻ്റെ പേരാണ് മോൾനപിരവിർ എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പെരിമെൻ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും ഒപ്പം തന്നെ എഫിഷ്യൻസി ആണെങ്കിലും 90% ആണ് കാണിക്കുന്നതെന്നാണ്. സോ ഇതിൻ്റെ ആ ഒരു യൂസേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 ദിവസത്തേക്ക് 4 ഗുളിക വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. സോ ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ നമുക്ക് സിംറ്റംസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ തന്നെ ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. സോ ഇതിന് ഫൈനൽ അപ്രൂവൽ കിട്ടുവാണെങ്കിൽ കൊറോണ വൈറസിന് എതിരായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഫസ്റ്റ് ഓറൽ ആൻറ്റിവൈറൽ ഡ്രഗാണ് മോൾനപിരവിർ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ഡ്രഗിന് ഓൾറെഡി തന്നെ UK അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡ്രഗിന് അപ്രൂവൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ രാജ്യം UK ആണ്. ആർട്ടിക്കിൾ ഇൻ കേദാർനാഥ് പ്രൈം മിനിസ്റ്റർ ഹെയിൽസ് ഇന്ത്യാസ് ഋഷി ട്രഡീഷൻ. സോ നമ്മുടെ ഗവൺമെൻറ് എന്താണ് നമ്മുടെ കൾച്ചറൽ സെൻറ്റേഴ്സിനെ റിലീജിയസ് സെൻറ്റേഴ്സിനെ ഒക്കെ റിവൈവ് ചെയ്യുന്ന ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിലെ റാം ടെമ്പിൾ, ഇതുപോലെ എന്താണ് കേദാർനാഥിലും മറ്റൊരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ആദിശങ്കരയുടെ സ്റ്റാച്ചു ആണ് നമ്മുടെ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഋഷി ട്രഡീഷനെ ഇൻവോക്ക് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവന്നത് എന്നാണ്. സോ ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദി സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എലക്ഷൻസ് വരുന്നുണ്ട്. സോ എലക്ഷൻ്റെ പാർട്ട് തന്നെയാണ് ഈ ഒരു ഇനാഗുറേഷൻ എന്ന് പറയുന്നത്. സോ ശങ്കരാചാര്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഫാക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. സോ ശങ്കരാചാര്യ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആദിശങ്കര എന്ന് പറയുന്നത്. അദ്ദേഹം ജനിച്ചത് കേരളത്തിലെ കാലടിയിലാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ഡോക്ട്രിൻ ഓഫ് അദ്വൈത എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് വർക്കുകളും കൂടി ഓർത്ത് വെക്കുക: ബ്രഹ്മസൂത്ര ഭാസ്യ, ഭജഗോവിന്ദ സ്തോത്ര, നിർവാണ ശതകം. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഡ്യൂട്ടി കട്ട്സ് സ്റ്റോക്ക് ലിമിറ്റ്സ് ഹെൽപ്പ് കർട്ടെയിൽ എഡിബിൾ ഓയിൽ പ്രൈസസ് ഗവൺമെൻറ്. സോ ഒരു ഇൻഫോഗ്രാഫിക്കിൽ ഈ ഒരു എഡിബിൾ ഓയിലിൻ്റെ ആ ഒരു പ്രൈസ് ചാർട്ട് കാണാൻ പറ്റും.
സോ ഇതിൽ ഓയിൽ ടൈപ്പുകളും പറഞ്ഞിട്ടുണ്ട്, ഓരോ ഓയിലിനും എത്രത്തോളം പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും പല രീതിയിലായിരിക്കും എമൗണ്ട് കുറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഡൽഹിയിൽ ഒരു 5 രൂപ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ചിലപ്പോൾ 1 രൂപയെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിബിൾ ഓയിലിൻ്റെ പ്രൈസ് ഒരു യുണീക്ക് വേയിൽ പോകണമെങ്കിൽ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താണ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ലിമിറ്റും എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സ്റ്റോക്ക് ലിമിറ്റ് പറയുകയാണെങ്കിൽ ഇത്ര സ്റ്റോക്കേ കടയിൽ സൂക്ഷിക്കാവൂ. കാരണം പല ടൈമിലും ഫെസ്റ്റിവൽ നോക്കിയിട്ട് നേരത്തെ സ്റ്റോക്ക് ചെയ്തിട്ട് സാധനം വിൽക്കാതെ വെച്ചേക്കും ഇല്ലേ. ഇത് തടയാൻ വേണ്ടിയാണ് സ്റ്റോക്ക് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റോക്ക് ലിമിറ്റ് പറയുമ്പോഴേക്കും എന്ത് ചെയ്യും, മാർക്കറ്റിലേക്ക് സപ്ലൈ വരും. സപ്ലൈ കൂടുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് കുറയ്ക്കാൻ പറ്റുമില്ലേ. അതുതന്നെ നമ്മുടെ കുക്കിംഗ് ഓയിലിൻ്റെ ആ ഒരു നാഷണൽ ആവറേജിലുള്ള റീറ്റെയിൽ പ്രൈസ് വളരെ കുറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈ ഒരു നാഷണൽ ആവറേജ് എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ഓയിൽ എടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി മസ്റ്റാർഡ് ഓയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക്കലി ആണ് മസ്റ്റാർഡ് ഓയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് അതിന്മേൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ലാത്തപ്പോഴും ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഓയിൽസിലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആ ഒരു എഡിബിൾ ഓയിലിൻ്റെ പ്രൈസ് ഹൈ ആയിട്ട് തന്നെ റിമൈൻ ചെയ്യുന്നതാണ്. സോ നമുക്ക് ഈ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കൂടാതെ തന്നെ എഡിറ്റോറിയൽ പേജിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ 12th മിനിസ്റ്റീരിയൽ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു മിനിസ്റ്റീരിയൽ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. സോ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു പ്രൊവിഷൻസും കാര്യങ്ങളും മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. സോ ജസ്റ്റ് ആ ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. ഒപ്പം തന്നെ കോവാക്സിൻ്റെ ഒരു അപ്രൂവലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളുമുണ്ട്. ജസ്റ്റ് ഒരു എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊന്ന് അനലൈസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.